MS Excel ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിവോട്ട് ടേബിളും പിവോട്ട് ചാർട്ടും എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കുകളാണ്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ടൂളാണ് ശരിക്കും എന്ത് പിവോട്ട് ടേബിൾ. പിവോട്ട് ടേബിൾ ഈസ് എ ഡാറ്റ സമ്മറൈസേഷൻ ടൂൾ. അപ്പം ഡാറ്റയെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി എക്സലുള്ള ടൂളാണ് എന്ത് പിവോട്ട് ടേബിൾ. ഡാറ്റയെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സലുള്ള ടൂളാണ് എന്ത് പിവോട്ട് ടേബിൾ. പിവോട്ട് ടേബിൾസ് ആർ utilized to summarize, sort, rearrange, group, check, aggregate or standard record stored in a database. ഇപ്പോൾ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത റെക്കോർഡുകളെ സമ്മറൈസ് ചെയ്യാനും സോർട്ട് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനും ചെക്ക് ചെയ്യാനും അഗ്രിഗേറ്റ് ചെയ്യാനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ പിവോട്ട് ടേബിൾസ് ഉപയോഗിക്കുന്നത്. ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത ഡാറ്റയെ സമ്മറൈസ് ചെയ്യുക, സോർട്ട് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, ചെക്ക് ചെയ്യുക, അഗ്രിഗേറ്റ് ചെയ്യുക, ഇതിനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുക, നമ്മൾ പിവോട്ട് ടേബിൾ ഉപയോഗിക്കുക. It permits its clients to change columns into rows and rows into segments. നമുക്ക് കോളം വാല്യൂസിനെ റോസ് ആക്കി ചേഞ്ച് ചെയ്യാം, റോസിനെ കോളംസ് ആക്കി ഒക്കെ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ കഴിയും. പിവോട്ട് ടേബിൾസ് ആർ ദി ഐഡിയൽ അറേഞ്ച്മെന്റ് വെൻ വി ഹാവ് ടു സമ്മറൈസ് ആൻഡ് അനലൈസ് എ ഹ്യൂജ് നമ്പർ ഓഫ് ഡാറ്റ. നമുക്കൊരു ഹ്യൂജ് നമ്പർ ഓഫ് ഡാറ്റനെ സമ്മറൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, പിവോട്ട് ടേബിൾസ് ഉപയോഗിക്കാം. ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഡാറ്റനെ സമ്മറൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ പിവോട്ട് ടേബിൾസ് ഉപയോഗിക്കുന്നത്. അപ്പം എക്സലിലെ ഒരു ഡാറ്റ സമ്മറൈസേഷൻ ടൂളാണ് ശരിക്കുന്നത് പിവോട്ട് ടേബിൾ. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മൾ ഈ ഡാറ്റ നമ്മളൊരു പിവോട്ട് ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം പിവോട്ട് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ക്ലിക്ക് ചെയ്യണം, നമ്മൾ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യണം. റിബണിൽ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടേബിൾസ് ഗ്രൂപ്പ് കാണാം. ആ ടേബിൾസ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഫസ്റ്റ് തന്നെ നമുക്കൊരു പിവോട്ട് ടേബിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ആ വിൻഡോയിൽ നമ്മൾ ടേബിളിന്റെ റേഞ്ച് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ടേബിൾ കണ്ടല്ലോ, ഈ ഫസ്റ്റത്തെ ടേബിൾ. അപ്പോൾ ഇതിന്ന് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ആ ഒരു സെല്ല് മുതൽ അവസാനം വരെ ഡ്രാഗ് ചെയ്താൽ എന്ത് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അല്ലാത്തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ A1 to K10 ആയിരിക്കും ഇവിടുത്തെ റേഞ്ച്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തെടുത്താൽ എന്താ നമുക്ക് അവിടെ റേഞ്ച് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പിവോട്ട് ടേബിൾ അത് എവിടേക്കാണ് വരേണ്ടത്, ഒന്നല്ലെങ്കിൽ ന്യൂ വർക്ക്ഷീറ്റിൽ അല്ലെങ്കിൽ എന്താണ് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ തന്നെ. ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ന്യൂ വർക്ക്ഷീറ്റിലാണ്, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ ഒരുപാട് ഡാറ്റ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇമെയിൽ ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, ഓർഡർ ഐ ഡിന്റെ എമൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ ആകെ രണ്ട് ഫീൽഡ്സ് മാത്രമേ ആവശ്യമുള്ളൂ. എനിക്ക് ഓർഡർ ഐ ഡിയും എമൗണ്ടും മാത്രമേ വേണ്ടുള്ളൂ. ഇത്രയും വലിയൊരു ഡാറ്റയിൽ നിന്ന് എനിക്ക് ആകെ എന്ത് കിട്ടിയാൽ മതി, ഞാൻ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പോകട്ടോ. അതായത് ഓർഡർ ഐ ഡിയും എമൗണ്ട് തന്നെ രണ്ട് ഫീൽഡ് മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ പിവോട്ട് ടേബിൾ ഉപയോഗിക്കുകയാണ്. ദെൻ പിവോട്ട് ടേബിളിലെ ക്രിയേറ്റ് സെല്ലിനെ സെലക്ട് ചെയ്ത് ദെൻ പിവോട്ട് ടേബിൾ എവിടേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞ് അതിനുശേഷം അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ പറ്റുക. പിവോട്ട് ടേബിൾ അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഫീൽഡുകൾ കാണാൻ പറ്റും. അതായത് നമ്മളെ ടേബിളിലെ ഫീൽഡ്സിലെ ഇമെയിൽ ലിസ്റ്റ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ, ഓർഡർ ഐ ഡി, ദെൻ എന്താണ് പിന്നെന്താണ് ഓർഡർ എമൗണ്ട്, ഇത്രയും ഫീൽഡ്സ് നമുക്ക് എന്താ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് പിവോട്ട് ടേബിളിലെ 4 ഫീൽഡ്സ് കാണാൻ പറ്റും. ഫിൽറ്റേഴ്സ്, കോളംസ്, റോസ്, വാല്യൂസ്. ഇതിലേക്കാണ് എന്ത് നമ്മളുടെ ഫീൽഡിനെ ഡ്രാഗ് ചെയ്തിടേണ്ടത്. ഫിൽറ്റേഴ്സ്, കോളംസ്, റോസ്, വാല്യൂസ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഇതിലേക്ക് എന്താണ് ഞാൻ ഓർഡർ ഐ ഡിയും ഓർഡർ എമൗണ്ടും മാത്രമാണ് എന്ത് ഞാൻ ഡ്രാഗ് ചെയ്യുന്നത്. ഞാൻ ഓർഡർ ഐ ഡി റോസിലേക്കും ദെൻ സം ഓഫ് ഓർഡർ എമൗണ്ട് വാല്യൂസിലേക്കും എന്നാണ് ഡ്രാഗ് ചെയ്തിടുന്നത്. അപ്പോൾ എനിക്ക് ആകെ രണ്ട് ഫീൽഡ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ വേണ്ട ഫീൽഡിൽ മാത്രം കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ് അത്രയും വലിയ ഡാറ്റയിൽ നിന്ന്. ഇപ്പോൾ ഓർഡർ ഐ ഡിയും സം ഓഫ് ഓർഡറിന് മാത്രമാണ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് അത് ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, എങ്ങനെയാണ് നമുക്ക് പിവോട്ട് ടേബിൾ കാണാൻ പറ്റുക. ഇതാണ് ഇപ്പോൾ നമ്മുടെ പിവോട്ട് ടേബിൾ. അപ്പോൾ ഡാറ്റയെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി എക്സൽ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത് പിവോട്ട് ടേബിൾ. നിങ്ങൾക്ക് പിവോട്ട് ചാർട്ട് എന്താണെന്ന് നോക്കാം. പിവോട്ട് ചാർട്ട് ഈസ് ആൻ ഇൻബിൽറ്റ് പ്രോഗ്രാംഡ് ടൂൾ ഇൻട്രൊഡ്യൂസ്ഡ് ടു സമ്മറൈസ് യുവർ പിവോട്ട് ടേബിൾ ഡാറ്റ ഇൻ ആൻ ഇന്ററാക്റ്റീവ് ഡാറ്റ സെറ്റ് ഇൻ ദി എക്സൽ സ്പ്രെഡ്ഷീറ്റ്. ഇപ്പം മൈക്രോസോഫ്റ്റ് എക്സലിലെ പിവോട്ട് ടേബിളിലെ ഡാറ്റയെ സമ്മറൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് എന്ത് പിവോട്ട് ചാർട്ട്. നമ്മളുടെ പിവോട്ട് ടേബിളിലെ ഡാറ്റയെ സമ്മറൈസ് ചെയ്യാനുള്ള ടൂളാണ് എന്ത് പിവോട്ട് ചാർട്ട്. പിവോട്ട് ടേബിളിലെ ഡാറ്റയെ സമ്മറൈസ് ചെയ്യുന്ന ടൂളാണ് ഒരു ഇൻബിൽറ്റ് ടൂളാണ് പിവോട്ട് ചാർട്ട്. ഇറ്റ് ഈസ് ദി വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് എ പിവോട്ട് ടേബിൾ ഇൻ എക്സൽ, ഓർ ഇൻ അതർ വേർഡ്സ് യു ക്യാൻ സേ ദാറ്റ് ദി പിവോട്ട് ടേബിൾ ആൻഡ് പിവോട്ട് ചാർട്ട് ആർ ലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. അതായത് നമ്മൾ പിവോട്ട് ടേബിളിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ശരിക്കും പിവോട്ട് ചാർട്ട്. അപ്പൊ നമുക്ക് ചാർട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതായത് ടേബിളിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ചാർട്ട്. അതേപോലത്തെ എന്താണ് പിവോട്ട് ടേബിളിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് പിവോട്ട് ചാർട്ട്. വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ പിവോട്ട് ടേബിളും പിവോട്ട് ചാർട്ടും എന്താണ് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ്, പരസ്പരം ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പിവോട്ട് ടേബിൾ എന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ പിവോട്ട് ചാർട്ട് ഉണ്ടാക്കുക.
ഇപ്പൊ പിവോട്ട് ചാർട്ട് നമുക്ക് വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിലെ നമ്മുടെ പിവോട്ട് ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിബണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ടാബ് എടുക്കാം. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പിവോട്ട് ചാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. പിവോട്ട് ചാർട്ട് അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ചാർട്ടുകൾ കാണാൻ പറ്റും. കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട് എന്ന് ഒരുപാട് കാറ്റഗറി കാണാൻ പറ്റും. ഏതാണോ നമ്മളെ പർപ്പസിനനുസരിച്ചുള്ള ചാർട്ട് അത് ചൂസ് ചെയ്യുക. അവിടെ ഇപ്പോൾ കോളം ചാർട്ടാണ് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യുക, അതിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിവോട്ട് ചാർട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം പിവോട്ട് ടേബിളിനെ സമ്മറൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ശരിക്കും നമ്മളെ പിവോട്ട് ചാർട്ട്. അതായത് നമ്മുടെ എക്സൽ ഉപയോഗിക്കുന്ന എക്സലില് പിവോട്ട് ടേബിളിലെ ഡാറ്റയെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, നമ്മൾ പിവോട്ട് ചാർട്ട് ഉപയോഗിക്കുന്നത്.